ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പി ബ്ലോക്ക് എലമെൻറ്റ്സ്. നമ്മളെ ഫസ്റ്റ് ഇയർ കെമിസ്ട്രി ടെക്സ്റ്റിലെ ചാപ്റ്റർ 11 ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡൈബൊറൈൻസ്, അലോട്രോപ്സ് ഓഫ് കാർബൺ, കാർബൺ മോണോക്സൈഡ് ആൻഡ് സിലിക്കോൺസ്. ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറയാൻ പോണത്. എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ പി സബ്ഷെൽ ഓഫ് ദെയർ ഔട്ടർമോസ്റ്റ് എനർജി ലെവൽ ആർ കോൾഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ദ എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 13 to 18 കൺസ്റ്റിറ്റ്യൂട്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ 3rd ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഗ്രൂപ്പ് 13 to 18 ആണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം അതിൽ പി സബ്ഷെല്ലിൻ്റെ ഫില്ലിംഗ് ആണ് നടക്കുന്നത്. ദെയർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2NP 1 to 6. ഇതും നമ്മൾ പഠിച്ചതാണ്. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP 1 to 6 ആണ്. നെക്സ്റ്റ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പി ബ്ലോക്കിൽ ഗ്രൂപ്പ് 13 എന്ന് പറയുമ്പോൾ NS2NP 1 ആണ്. ആൻഡ് ദ ഫസ്റ്റ് മെമ്പർ ഈസ് ബോറോൺ. ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +3. അതായത് NS2-ത്തെ 2 ഇലക്ട്രോണും NP1-ത്തെ 1 ഇലക്ട്രോണും കൂടിയും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുക. ആൻഡ് ദെയർ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ +1. 2 യൂണിറ്റ് കുറവുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റും ഈ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് കാണിക്കാറുണ്ട്. അടുത്തത് ഗ്രൂപ്പ് 14. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2NP 2. അവിടെ കാർബൺ ആണ് ഫസ്റ്റ് മെമ്പറായിട്ട് വരുന്നത്. ആൻഡ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +4. അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ +2 ആൻഡ് -4. Next group 15, their general electronic configuration is NS2NP 3. First member of this group is nitrogen. Group oxidation state is +5 and other oxidation states are -3 and +3. Next is group 16. Their general electronic configuration is NS2NP 4. First member of the group is oxygen. Group oxidation state is +6. Other oxidation states are -2, +2 and +4. Next is group 17. Electronic configuration NS2NP 5. First member is fluorine. Group oxidation state is +7. Other oxidation states are +5, +3, -1 and +1. Next, last group is 18. Their general electronic configuration is NS2NP 6. അതോടുകൂടി P orbital, P subshell completely filled ആവുകയാണ്. And the first member is helium. Group oxidation state is +8. Other oxidation state are +2, +4 and +6. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് 2 യൂണിറ്റ് കുറവുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാൻ ദെയർ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൻ്റെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാളും 2 യൂണിറ്റ് കുറവുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവരും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് 13-ൽ +1, +3 ആണ് അതിൻ്റെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിനേക്കാളും 2 യൂണിറ്റ് കുറവുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +1. അതേപോലെ ഗ്രൂപ്പ് 14-ൽ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. 2 യൂണിറ്റ് കുറവുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2. അതവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഗ്രൂപ്പ് 15-ൽ +5 ആണ്. 2 യൂണിറ്റ് കുറവുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +3. അതവിടെ കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 16-ൽ +6 ആണെങ്കിൽ 2 യൂണിറ്റ് lesser than their group oxidation state is +4. Then group 17-ൽ +7 is their group oxidation state. 2 യൂണിറ്റ് ലെസ്സർ ദാൻ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +5 ആണ്. അത് അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പ് 18 അവിടെ +8 ആണ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 2 യൂണിറ്റ്സ് ലെസ്സർ ദാൻ ദെയർ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ
+6 ആണ്. അതും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 യൂണിറ്റ് ലെസ്സർ ദാൻ ദെയർ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് കാണിക്കാനുള്ള കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത് it is the reluctance of inner core s electrons to participate in bonding. ഉള്ളിൽ കിടക്കുന്ന എസ് ഓർബിറ്റലത്തെ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഗ്രൂപ്പ് 13ൽ പി ഓർബിറ്റലത്തെ ഇലക്ട്രോൺ മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിനെ കിട്ടുള്ളൂ. ഉള്ളിലുള്ള എസ് ഓർബിറ്റലത്തെ ഇലക്ട്രോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണിത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതേപോലെ ഗ്രൂപ്പ് 14ലേക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെങ്കിൽ നമുക്ക് ഈ P2 NP2 മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഗ്രൂപ്പ് 15ൽ പി ഓർബിറ്റലത്തെ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ +3. ഗ്രൂപ്പ് 16ൽ പി ഓർബിറ്റലത്തെ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ +4. ഗ്രൂപ്പ് 17ൽ പി ഓർബിറ്റലത്തെ ഇലക്ട്രോൺ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ +5. ഗ്രൂപ്പ് 18ൽ പി ഓർബിറ്റലത്തെ ഇലക്ട്രോൺ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ +6. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന എസ് ഓർബിറ്റൽസ് ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇത് സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് ആവശ്യം വരുന്ന കാര്യമാണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം. So, inert pair effect is the reluctance of inner core s electrons to participate in bonding. ഇനി നമ്മൾ നേരിട്ടിട്ട് ഗ്രൂപ്പ് 13 എലിമെൻസിലേക്കാണ് പോണത്. ആ ഗ്രൂപ്പ് 13നെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക ബോറോൺ ഫാമിലിയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എലിമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 13 ഹാവ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1. അവിടെയാണ് പി ഓർബിറ്റലിൽ ഫസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് 13 ആർ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. സിമ്പിൾസ് അറിയാലോ. ബോറോൺ ബി ആണ്, അലുമിനിയം Al, ഗാലിയം Ga, ഇൻഡിയം In, താലിയം Tl. Their atomic numbers are 5, 13, 31, 49 and 81. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇത്. സെക്കൻഡ് പീരിയഡിലായിരിക്കും. തേർഡ് പീരിയഡിലാണ് അലുമിനിയം. ഗാലിയം 4th പീരിയഡിൽ വരും. ഇൻഡിയം 5th പീരിയഡിൽ. താലിയം 6th പീരിയഡിൽ. അപ്പോൾ ബോറോൺ ഫാമിലിയിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. നെക്സ്റ്റ് ബോറോണിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ. അതിൽ ആക്ച്വലി നമുക്ക് കുറേ കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്യാണ്ട്. ബൊറാക്സ്, ഓർത്തോബോറിക് ആസിഡ് ആൻഡ് ഡൈബൊറൈൻ. അതിൽ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറയുന്നത് ഡൈബൊറൈൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഡൈബൊറൈനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഡൈബൊറൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ്. ബോറോണിൻ്റെ സിംപ്ലസ്റ്റ് ഹൈഡ്രൈഡിനെയാണ് ഡൈബൊറൈൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇറ്റ് ഈസ് prepared by treating boron trifluoride with lithium aluminum hydride in diethyl ether. അതിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കൂ. 4BF3 + 3LiAlH4 gives 2B2H6. B2H6നെയാണ് നമ്മൾ ഡൈബൊറൈൻ എന്ന് പറയുന്നത്. +3LiF + 3Al F3. ഇതാണ് പ്രിപ്പറേഷൻ്റെ വൺ മെത്തേഡ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് by treating boron trifluoride with lithium aluminum hydride. Next, laboratory method of preparation ആണ്. In laboratory, diboron is prepared by the oxidation of sodium borohydride with iodine. അതിൻ്റെ ഇക്വേഷൻ നോക്കുക. 2NaBH4 + I2 gives B2H6 + 2NaI + H2. അപ്പോൾ ഇത് ലബോറട്ടറി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ മെത്തേഡ്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഇൻ ഇൻഡസ്ട്രി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് BF3 വിത്ത് സോഡിയം ഹൈഡ്രൈഡ്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. 2BF3 + 6NaH at 450 Kelvin gives B2H6 + 6NaF. അപ്പോൾ ഈ 3 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
First method, treating BF3 with lithium aluminum hydride. Second method is reaction of NaBH4, sodium borohydride, with iodine. And the last method is from BF3 and sodium hydride. നെക്സ്റ്റ് നമുക്ക് ഡൈബൊറൈൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇറ്റ് ഈസ് എ കളർലെസ് ഹൈലി ടോക്സിക് ഗ്യാസ്. Boiling point is 180 Kelvin and catches fire spontaneously when exposed to atmospheric air. It burns in oxygen. ഓക്സിജൻ്റെ പ്രസൻസിൽ പെട്ടെന്ന് കത്തുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഗ്യാസാണ് B2H6 എന്ന് പറയുന്നത്. The reaction is exothermic releasing a large amount of energy. അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. B2H6 + 3O2 gives B2O3 + 3H2O. അതിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. -1976 കിലോ ജൂൾ പെർ മോളാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത്രയും ഹീറ്റാണ് ഇതിൻ്റെ റിയാക്ഷൻ നടക്കുമ്പോൾ വെൻ ഇറ്റ് ബേൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇത്രയും ഹീറ്റാണ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റെഡിലി ഹൈഡ്രോളൈസ്ഡ് ബൈ വാട്ടർ ടു ഫോം ബോറിക് ആസിഡ്. അത് ബോറിക് ആസിഡായിട്ട് മാറും വെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് വാട്ടർ. B2H6 + 6H2O gives 2 molecules of BOH thrice. BOH thrice-നെ നമുക്ക് H3BO3 എന്നും വിളിക്കാം. ആ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാം. H3BO3 തന്നെയാണ് BOH thrice എന്ന് പറയുന്നത്. +6H2. ഇതാണ് റിയാക്ഷൻ വിത്ത് വാട്ടർ. സോ ഇറ്റ് ഈസ് ഹൈഡ്രോളൈസ്ഡ് ബൈ വാട്ടർ ടു ഫോം ബോറിക് ആസിഡ്. നെക്സ്റ്റ്, വിത്ത് ലൂയിസ് ബേസ് ഇറ്റ് അണ്ടർഗോസ് ക്ലീവേജ് ടു ഫോം ബോറെയിൻ. അത് ലൂയിസ് ബേസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ബോറെയിന് കിട്ടും. BH3. B2H6 കറക്റ്റായിട്ട് 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് BH3 കിട്ടുന്നത്. വിച്ച് ദെൻ റിയാക്ട്സ് ടു ഫോം അഡക്റ്റ്. അവിടെ അഡക്റ്റാണ് ഫോം ചെയ്യുക. അഡക്റ്റ് എന്ന് പറയുമ്പോൾ അഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡയറക്റ്റ് addition of 2 or more distinct molecules. As a result, the resulting compound എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിംഗിൾ പ്രൊഡക്റ്റ് കണ്ടെയ്നിങ് ഓൾ ദ ആറ്റംസ് ഓഫ് ഓൾ കോമ്പൗണ്ട്സ്. അതിനെയാണ് നമ്മൾ അഡക്റ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു കോമ്പിനേഷൻ നടന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്തൊക്കെയാണോ റിയാക്ട് ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിലെ എല്ലാ ആറ്റംസും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡയറക്റ്റ് അഡീഷൻ ഓഫ് 2 or more distinct molecules resulting in a single reaction product containing all atoms of all compounds. അപ്പോൾ B2H6 ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് BH3 ആയിട്ട് മാറും. എന്നിട്ടാണ് ഫർദർ റിയാക്ഷൻ നടക്കുന്നത്. സോ B2H6 + 2NMe thrice. ME എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഇവിടെ ഈ ഒരു കേസിൽ വിത്ത് ലൂയിസ് ബേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ NMe thrice ആണ് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുക. വി ഗെറ്റ് 2BH3NMe thrice. ഇതിനെയാണ് നമ്മൾ അഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ മിക്സിങ് മാത്രമാണ്. ഇനി അതേപോലെ തന്നെ B2H6 ആദ്യം 2BH3 ആയിട്ട് മാറും. എന്നിട്ടാണത് CO മോളിക്യൂൾ കാർബൺ മോണോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2BH3CO ആയിട്ട് മാറും. ഈ ഒരു പ്രൊഡക്റ്റിനെയാണ് അഡക്റ്റ് എന്ന് വിളിക്കുന്നത്. വിത്ത് അമോണിയം ആൻഡ് അഡീഷൻ പ്രൊഡക്റ്റ് B2H6 2NH3 ഫോർമുലേറ്റഡ് ആസ് ഇൻ ദ ഇക്വേഷൻ ഫോംഡ് വെൻ which then decomposes on heating at 473 Kelvin to give a volatile compound called borazine or inorganic benzene. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ B2H6 അതായത് ഡൈബൊറൈൻ അത് റിയാക്ട് ചെയ്യും, അമോണിയായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കോംപ്ലക്സ് ആണ് കിട്ടുക. ഈ
ഈ കോംപ്ലക്സ് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് B3N3H6 കിട്ടുക. ഈ B3N3H6നെയാണ് നമ്മൾ ബൊറാസീൻ എന്ന് വിളിക്കുന്നത്. ബൊറാസീൻ അല്ലെങ്കിൽ ബൊറാസോൾ എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഓർഗാനിക് ബെൻസീൻ. ഇതിനെ നമ്മൾ ഇൻഓർഗാനിക് ബെൻസീൻ എന്നും വിളിക്കും. അപ്പോൾ വാട്ട് ഈസ് ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് ചോദിക്കാറുണ്ട്. ബൊറാസീനെയാണ് നമ്മൾ ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഡൈബൊറൈൻ വിത്ത് അമോണിയ. ഡൈബൊറൈൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു കോംപ്ലക്സ് ആണ് കിട്ടുക. ആ കോംപ്ലക്സ് റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബൊറാസീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇതിനെ ഇൻഓർഗാനിക് ബെൻസീൻ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ബൊറാസീൻ്റെ സ്ട്രക്ചർ. ബോറോൺ, നൈട്രജൻ, ഓൾട്ടർനേറ്റ് പൊസിഷനിൽ ബോറോണും നൈട്രജനും വരും. പിന്നെ ഈച്ച് ബോറോൺ ഈസ് കണക്റ്റഡ് ടു ഹൈഡ്രജൻ, ഈച്ച് നൈട്രജൻ ഈസ് ഓൾസോ കണക്റ്റഡ് ടു ഹൈഡ്രജൻ. ഓൾട്ടർനേറ്റ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് വരും. ദിസ് ഈസ് സിമിലർ ടു ദ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ബെൻസീനിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ കാർബൺ ആണ് എല്ലാ പൊസിഷനിലും വരുന്നത്. എന്നാൽ ബൊറാസീനിൽ ബോറോൺ നൈട്രജൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് പൊസിഷൻസിലാണ് വരിക. ബാക്കി സ്ട്രക്ചറൊക്കെ ഒരുവിധം സിമിലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബൊറാസീനെ ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. കാരണം ബെൻസീൻ്റെ സ്ട്രക്ചറിനോട് നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഇൻഓർഗാനിക് മോളിക്യൂളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈനിലേക്കാണ് പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. The electron diffraction studies have shown bridged structure for diborane. ഇവിടെ നമുക്ക് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ്ഡ് സ്ട്രക്ചറാണ് കിട്ടുക. ഇവിടെ ബോറോൺ, ഈ ബോറോണും 2 ഹൈഡ്രജനും, അതേപോലെ ഈ ബോറോണും 2 ഹൈഡ്രജനും പ്ലെയിനിലാണ്. ഇറ്റ് ഈസ് ഓൺ ദ പ്ലെയിൻ. പക്ഷേ ഈ ഹൈഡ്രജനും ആ പ്ലെയിനിൻ്റെ മുകളിലും താഴെയായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 ഹൈഡ്രജൻ ആറ്റംസ്, 2 on the left and 2 on the right are known as terminal hydrogen. ഈ 4 ഹൈഡ്രജനെ നമ്മൾ ടെർമിനൽ ഹൈഡ്രജൻ എന്നാണ് വിളിക്കുക. These are different than other 2 hydrogen atoms which are known as bridged hydrogen. ഈ ഹൈഡ്രജനെ നമ്മൾ ബ്രിഡ്ജ് ഹൈഡ്രജൻ എന്നാണ് വിളിക്കുക. ഇതിനെ രണ്ടിനെയും നമ്മൾ ടെർമിനൽ, ടോട്ടൽ 4 ടെർമിനൽ ഹൈഡ്രജൻ ആണുള്ളത്, 2 ബ്രിഡ്ജ്ഡ് ഹൈഡ്രജനും ആണ് ഉള്ളത്. The 2 boron atoms and the 4 terminal hydrogen atoms lie in the same plane, while the 2 bridged hydrogen atoms are in a plane perpendicular to the rest of the molecule. ബാക്കി 2 ഹൈഡ്രജനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കതിൻ്റെ സ്ട്രക്ചർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. There are 2 types of bonds in the molecule. The 4 terminal hydrogen are bonded by normal covalent bonds formed by sharing of 1 electron with 1 electron each from boron and hydrogen atom. Actually, boron undergoes sp3 hybridization. ബോറോണിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ബോറോണ് ഈ ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ 4 ടെർമിനൽ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത്. ഈ 2 ഹൈഡ്രജനും അതേപോലെ ഈ 2 ഹൈഡ്രജനുമാണ് ടെർമിനൽ ഹൈഡ്രജൻ. അത് നോർമൽ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുക. ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും ബോറോണിൻ്റെ ഒരു ഇലക്ട്രോണും ഇവിടെ ഷെയർ ചെയ്യും. അതേപോലെ ഈ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും ബോറോണിൻ്റെ ഒരു ഇലക്ട്രോണും ഷെയർ ചെയ്യും. അതേപോലെ ഈ കേസിൽ ഒരു ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ, ഒരു ബോറോണിൻ്റെ ഇലക്ട്രോൺ, ഇവിടെ ഒരു ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ, ഒരു ബോറോണിൻ്റെ ഇലക്ട്രോൺ. അപ്പോൾ അവിടെ നോർമൽ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുക. ദ ബ്രിഡ്ജ് ഹൈഡ്രജൻ ആർ bonded by 3 center electron pair bond which involve 1 electron pair only, that is 2 electrons, but binds with 3 atoms, that is 2 boron atoms and 1 hydrogen. അപ്പോൾ ഈ ബ്രിഡ്ജ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് എംറ്റി ആയിരിക്കും.
മറ്റതിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ഈ ഹൈഡ്രജനും ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി 3 സെൻറ്റേഴ്സ് വരും, ഈ ബോറോണും അതേപോലെ ഈ ഹൈഡ്രജനും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. അങ്ങനത്തെ ബോണ്ടിനെയാണ് നമ്മൾ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയുന്നത്. കാരണം 3 ആറ്റംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 2 ബോണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബോറോണിൻ്റെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒന്ന് എം ടി ആയിരിക്കും, മറ്റേതിൽ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതേപോലെ താഴെയും ഇതിൽ ഈ ബോറോണിൻ്റെ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, എന്നാൽ ഈ ബോറോണിൻ്റെ sp3 എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഇവിടെയും ഫോം ചെയ്യും. സോ ഇവിടെ ഈ ഒരു ബോണ്ടിനെയും നമ്മൾ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ നോർമൽ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. Boron atoms undergoes sp3 hybridization involving 2s and all the 3 2p orbitals including 1 empty orbital. അപ്പോൾ അവിടെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ബോറോണിനുള്ളത്. അതിൽ ഒന്ന് എം ടി ആയിരിക്കും, 3 എണ്ണത്തിൽ ഓരോ ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. The 4 sp3 hybrid orbitals adopt tetrahedral arrangement. 2 hybrid orbitals of each boron atom overlap with 1s orbital of 2 hydrogen atoms. അപ്പോൾ ബാക്കി സാധാരണ നോർമൽ ബോണ്ടാണ് അവിടെ ഫോം ചെയ്യണത്. 2 hybrid orbitals of boron overlap with 1s orbital of 2 hydrogen atoms. Of hybrid orbitals left on each boron atom, one contain an unpaired electron while the other is vacant. ഒന്നിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, മറ്റേത് വാക്കൻ്റ് ആയിരിക്കും. The hybrid orbital containing an unpaired electron of one boron atom and vacant hybrid orbital of the second boron atom overlap simultaneously with 1s orbital of hydrogen atom to form boron hydrogen boron bridge bond. BHB bond is called 3 center 2 electron bond. അതിനെയാണ് നമ്മൾ 3 center 2 electron bond എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോറോണിൻ്റെ ഈ ഒരു സ്ട്രക്ചറിന് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ 4 എണ്ണം ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഇതിൽ sp3 ഹൈബ്രിഡിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും കൂടി നോർമൽ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ ഇവിടെ ഈ ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇറ്റ് ഓവർലാപ്സ് വിത്ത് ദ ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഫോംസ് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അതേപോലെ ഈ സൈഡിലും അതേപോലെ തന്നെ നടക്കും. എന്നാൽ ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ഇത് ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ്, അതിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ ഈ ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലിനെ ഡോട്ടായിട്ടാണ് വരച്ചിട്ടുള്ളത്, ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് എം ടി ആണെന്നാണ്, ഇതിൽ ഇലക്ട്രോൺ ഇല്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടിയും ഈ ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഹൈഡ്രജനിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബോറോണും ഈ ഹൈഡ്രജനുമാണ്. ഇത് ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാവരും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറയുന്നത്. 2 ബോറോണും ഒരു ഹൈഡ്രജനും, അങ്ങനെ 3 ആറ്റംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 2 ഇലക്ട്രോണേ ഉള്ളൂ. അതേപോലെ ഇവിടെ അതന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. പക്ഷേ ഈ ബോറോണിൻ്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരച്ചുള്ളത്. അതിൻ്റെ അർത്ഥം ഇത് എം ടി ആണ്, ഇതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അത് രണ്ടും കൂടി ഈ ഹൈഡ്രജനായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഇവിടെ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഈ 3 ആറ്റംസിനും കൂടി സ്പ്രെഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ സ്പ്രെഡിങ് വരുന്നത് കാരണം ഇതിൻ്റെ ഷേപ്പ് ഒരു ബനാന പോലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ബനാന ബോണ്ട് എന്നും വിളിക്കാം. ഇനി ഇതിൻ്റെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തൊക്കെ വെച്ചിട്ടുള്ള സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ ഈ 4 ഹൈഡ്രജനും ഈ അറ്റത്തെ ടെർമിനൽ ഹൈഡ്രജൻ എന്ന് വിളിക്കും, അതും ഈ 2 ബോറോണും ഇറ്റ് ഈസ് ഓൺ ദ പ്ലെയിൻ. ഈ ഹൈഡ്രജൻ പ്ലെയിനിൻ്റെ മുകളിൽ കിടക്കും, ഈ ഹൈഡ്രജൻ പ്ലെയിനിൻ്റെ താഴെയും കിടക്കും.
Bond angle of hydrogen boron hydrogen is 97 degree. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ ഈ ഹൈഡ്രജൻ ബോറോൺ ഹൈഡ്രജൻ്റെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. ഈ പ്ലെയിനിലുള്ള ബോറോണും ഈ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 119 പൈക്കോമീറ്റർ. എന്നാൽ ഈ പ്ലെയിനിലുള്ള ബോറോണും ഈ ബ്രിഡ്ജ് ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 134 പൈക്കോമീറ്റർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കണം. അതിൻ്റെ ഹൈബ്രിഡൈസേഷനും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് 14ലേക്ക് പോവാം. ഗ്രൂപ്പ് 14 ഈസ് കാർബൺ ഫാമിലി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 14 ഈസ് NS2NP2 ആൻഡ് ദ മെമ്പേഴ്സ് ആർ കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിൻ ആൻഡ് ലെഡ്. അറ്റോമിക് നമ്പർ ഈസ് 6, 14, 32, 50 ആൻഡ് 82. അപ്പോൾ ഇതാണ് നമ്മളുടെ കാർബൺ ഫാമിലിയിലെ മെമ്പേഴ്സ്. നെക്സ്റ്റ് നമുക്ക് അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് ഫോക്കസ് ഏരിയയിൽ പറയുന്നത്. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. അലോട്രോപ്പ് ഫോംസ് ഓർ അലോട്രോപ്സ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അലോട്രോപ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് വിൽ ബി സെയിം ബട്ട് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ്. അങ്ങനത്തെ ഒരു കോമ്പൗണ്ടിനെ, അങ്ങനത്തെ ഒരു സ്പീഷീസിനെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ക്രിസ്റ്റലൈൻ, അതിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ക്രിസ്റ്റലൈൻ ഫോംസും ഉണ്ട്, അമോർഫസ് ഫോംസും ഉണ്ട്. ക്രിസ്റ്റലൈൻ ഫോംസ് ആർ ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. Diamond and graphite are the two crystalline forms of carbon having a well-defined structure. അതിന് പുറമെ ഒരു ഫുള്ളറീൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് അമോർഫസ് ഫോം ഓഫ് കാർബൺ എന്ന് പറയുന്നത് കോൾ, വുഡ്, ചാർക്കോൾ, അനിമൽ ചാർക്കോൾ, ലാം ബ്ലാക്ക്, വിളക്ക് കരിനെയാണ് ലാം ബ്ലാക്ക് എന്ന് പറയുന്നത്. അനിമൽ ചാർക്കോൾ എന്ന് പറയുന്നത് എല്ല് കത്തിച്ചിട്ട് കിട്ടുന്ന കരിയാണ്. പിന്നെ കോക്ക് എക്സെട്ര. ദേ ആർ അമോർഫസ് ഫോംസ് ഓഫ് കാർബൺ. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് അലോട്രോപ്സ് ആണുള്ളത്. ക്രിസ്റ്റലൈൻ ഫോമും ഉണ്ട്, അമോർഫസ് ഫോമും ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഓൾ ആർ ഹാവിങ് കാർബൺ. അതാണ്, കാർബൺ ആണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സിമിലർ എന്ന് പറയുന്നത്. പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവാം. സ്ട്രക്ചർ ഓഫ് ഡിഫറെൻറ്റ് അലോട്രോപ്സ് ഓഫ് കാർബൺ. അതിൽ ഫസ്റ്റ് ഡയമണ്ട്. ഡയമണ്ട് ഹാസ് എ നെറ്റ്വർക്ക് സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ബോണ്ടഡ് ടു ഈച്ച് അതർ. Each carbon is sp3 hybridized and is bonded to 4 other carbon atoms by single covalent bond. There is a three-dimensional network of strong covalent bond in diamond. This makes diamond an extremely hard crystal with very high melting point, about 3843 Kelvin. അപ്പോൾ ഡയമണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലായത്. കാർബൺ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് മനസ്സിലായി. ഈച്ച് കാർബൺ ഈസ് ബോണ്ടഡ് ടു 4 അതർ കാർബൺ ആറ്റംസ് എന്ന് മനസ്സിലായി. ആൻഡ് ഇറ്റ് ഹാസ് എ 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് വിത്ത് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഡയമണ്ടിന് ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് വരുന്നത്. ഈച്ച് കാർബൺ, നമ്മൾ ഇതിൽ ഓരോ കാർബൺ എടുത്ത് നോക്കിയാലും ഈ കാർബൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബോണ്ടഡ് ടു 4 അതർ കാർബൺ ആറ്റംസ് അല്ലേ. 1, ഇത് 2, 3, 4, അങ്ങനെ ഏത് കാർബൺ എടുത്തു നോക്കിയാലും അത് തൊട്ടടുത്തുള്ള 4 കാർബണിലേക്ക് ബോണ്ടഡ് ആയിരിക്കും. ആൻഡ് കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്റർ ആണ്. ഏത് കാർബൺ ബോണ്ട് ലെങ്ത് എടുത്താലും അത് 154 പൈക്കോമീറ്റർ ആയിരിക്കും. Since all the valence electrons of carbon are strongly held in carbon-carbon bond, diamond is a poor conductor of electricity. ഇവിടെ ഫ്രീ ആയിട്ട് കാർബൺ കിടക്കുന്നില്ല. എല്ലാ കാർബണും തൊട്ടടുത്തുള്ള കാർബണിലേക്ക് ബോണ്ടഡ് ആണ്. അതുകൊണ്ട് there is no free electron, so carbon is a poor conductor of electricity. Next, graphite. In graphite, each carbon atom undergoes sp2 hybridization and is covalently bonded to 3 other carbon atoms by single bond. The 4th electron on each carbon atom forms pi bonds. In this way, graphite consists of hexagonal rings
in 2 dimension. The carbon-carbon covalent distance in ring is 141.5 picometer, indicating strong bonding. These array of rings form layers. The layers are separated by a distance of 340 picometer. The large distance between these layers indicates that only weak van der Waals forces hold these layers together. The weak van der Waals forces which hold these layers together are responsible for the soft nature of graphite. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രാഫൈറ്റിലെ sp2 hybridization ആണ് and each carbon is bonded to 3 other carbon atoms. Fourth electron on each carbon എന്ന് പറയുന്നത് there is a free electron. അപ്പോൾ ഇവിടെ നോക്കൂ ഇതാണ് ഗ്രാഫൈറ്റിലെ ഒരു കാർബൺ എന്നുണ്ടെങ്കിൽ it is connected to 1, 2, 3 തൊട്ടടുത്തുള്ള 3 കാർബണിലേക്കാണ് കണക്ഷൻ വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ഹെക്സഗണൽ റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. ടോട്ടൽ 6 കാർബൺ ആണ് ഇതിൽ വരുന്നത്. ഈ റിങ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ 6 കാർബൺ ആണ് വരുന്നത്. അങ്ങനത്തെ കുറേ ഹെക്സഗണൽ റിങ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലെയർ ഫോം ചെയ്യും. അങ്ങനെ കുറേ ലെയേഴ്സ് ഫോം ചെയ്യും. ഇത് മുകളിലുള്ള ലെയർ, ഇത് നടുക്കുള്ള ലെയർ, ഇത് താഴെയുള്ള ലെയർ. അപ്പോൾ ഈ ലെയേഴ്സ് തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് 340 പൈക്കോമീറ്റർ ആണ്. ഈ മുകളിലത്തെ ലെയറും നടുക്കത്തെ ലെയറും തമ്മിൽ 340 പൈക്കോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഈ 2 കാർബണിൻ്റെ ഇടയിലുള്ള ഹെക്സഗണൽ റിങ്സിൻ്റെ ഇടയിലുള്ള കാർബൺസിൻ്റെ ഇടയിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 141.5 പൈക്കോമീറ്റർ ആണ്. ആൻഡ് ഈ ഒരു ലെയേഴ്സ് എന്ന് പറയുന്നത് ഒരു വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ സ്ലിപ്പ് വൺ ഓവർ അനദർ. ഒന്നൊന്നിൻ്റെ മുകളിലായിട്ട് അങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള സ്ലിപ്പറി നേച്ചർ അല്ലെങ്കിൽ സോഫ്റ്റ് ഇൻ നേച്ചറാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. നമ്മളൊരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഗ്രാഫൈറ്റ്. കാരണം ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ഇൻ നേച്ചർ. അതേപോലെ ഇതൊരു ഇലക്ട്രോൺ ഫ്രീ ആയി കിടക്കും. ആ ഇലക്ട്രോൺ ഫ്രീ ആയത് കാരണം ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. Because of the weak van der Waals forces between layers, one layer can move over the other layer, and this accounts for the slippery nature of graphite. Therefore, graphite is used as lubricant. The electrons forming bond in the rings of graphite are delocalized and are relatively free to move under the influence of electric field. Therefore, graphite is a good conductor of electricity. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ഡയമണ്ടിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ഗ്രാഫൈറ്റിൽ കാർബൺ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഡയമണ്ടിൽ നമ്മൾ നേരത്തെ കണ്ടു, ഡയമണ്ടിൻ്റെ കേസിൽ എന്താണ്, ഈച്ച് കാർബൺ ഈസ് കണക്റ്റഡ് ടു 4 അതർ കാർബൺ. എന്നാൽ ഗ്രാഫൈറ്റിൻ്റെ കേസിൽ ഈച്ച് കാർബൺ ഈസ് കണക്റ്റഡ് ടു 3 അതർ കാർബൺ ആറ്റംസ്. ഇനി ഡയമണ്ടിൽ ബോണ്ട് ലെങ്ത് ഓഫ് കാർബൺ ബോണ്ട് 154 പൈക്കോമീറ്റർ ആണെങ്കിൽ ഗ്രാഫൈറ്റിൽ ഇറ്റ് ഈസ് 141.5 പൈക്കോമീറ്റർ. ഡയമണ്ട് ഈസ് ഹാർഡ് ഇൻ നേച്ചർ, എന്നാൽ ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ഇൻ നേച്ചർ. ഡയമണ്ട് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, വെറാസ് ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്കത് ഡിഫറൻസ് ആയിട്ട് തന്നെ ഇതിൽ എഴുതാവുന്നതാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫുള്ളറീൻസ്. ഞാൻ പറഞ്ഞു നേരത്തെ ഡയമണ്ടും ഗ്രാഫൈറ്റും കൂടാതെ ഒരു അലോട്രോപ്പും കൂടി ഉണ്ട്. നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു അലോട്രോപ്പാണ്, ഫുള്ളറീൻസ് എന്നാണ് വിളിക്കുക. ഫുള്ളറീൻസിനൊരു ബോൾ ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 26 മെമ്പേർഡ് റിങ്സ് ആൻഡ് 12 5 മെമ്പേർഡ് റിങ്സ്. അപ്പോൾ ഇതിൽ ഹെക്സഗണൽ റിങ്സും ഉണ്ട്, പെൻറ്റഗണൽ റിങ്സും ഉണ്ട്. ഈ സ്ഫെറിക്കൽ ബോൾ ലൈക്ക് സ്ട്രക്ചറിൽ 20 ഹെക്സഗണൽ റിങ്സും ഉണ്ട്, 12 പെൻറ്റഗണൽ റിങ്സും ഉണ്ട്. All carbon atoms are equal and they undergo sp2 hybridization. ഗ്രാഫൈറ്റ് പോലെ തന്നെ they have sp2 hybridization. ആക്ച്വലി ഫുള്ളറീൻസ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിൽ നിന്നാണ് നമുക്ക് ഫുള്ളറീൻസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് sp2 hybridized എന്ന് പറയുന്നത്. Each carbon atom forms 3 sigma bonds with other.
3 carbon atoms. അപ്പോൾ each carbon forms 3, നേരത്തെ ഗ്രാഫൈറ്റിലുള്ള പോലെ തന്നെ 3 sigma bonds with other 3 carbon atoms. The remaining electron at each carbon is delocalized in molecular orbital, which in turn give aromatic character to the molecule. This ball shaped molecule have 60 vertices. 60 vertex ആണ് ഇതിലുള്ളത്. അതിൽ ഓരോ vertexലും ഓരോ കാർബൺ occupy ചെയ്തിട്ടുണ്ടാവും. And each one is occupied by one carbon atom, and it also contain both single and double bond. ഈ ഒരു സ്ട്രക്ചറിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും ഉണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും ഉണ്ട്. അതിൽ കാർബൺ കാർബൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 143.5 പൈക്കോമീറ്റർ, അത് സിംഗിൾ ബോണ്ടിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് 138.3 പൈക്കോമീറ്റർ, അത് ഡബിൾ ബോണ്ടിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ദ സ്ഫെറിക്കൽ ഫുള്ളറീൻസ് ആർ ഓൾസോ നോൺ ആസ് ബക്കി ബോൾ ഇൻ ഷോർട്ട്. അതിനെ നമ്മൾ ബക്കി ബോൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബക്മിൻസ്റ്റർ ഫുള്ളറീൻസ് എന്ന് വിളിക്കാറുണ്ട്. അതിനെ കേജ് ലൈക്ക് സ്ട്രക്ചർ ആണെന്നും പറയാറുണ്ട്. ബക്കി ബോൾസ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ആ രൂപത്തിലാണ് അത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ബക്മിൻസ്റ്റർ ഫുള്ളറീൻസ് എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ C60 വിച്ച് അലോട്രോപ്പ് ഓഫ് കാർബൺ ഇസ് നോൺ ആസ് C60. 60 കാർബണുള്ള അലോട്രോപ്പ് ഏതാന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫുള്ളറീൻസ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഡൈബൊറൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും സ്ട്രക്ചറും പറഞ്ഞു. പിന്നെ അലോട്രോപ്സ് ഓഫ് കാർബൺ പറഞ്ഞു. അവിടെ 3 അലോട്രോപ്സ് ആണ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറീൻസ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ്.